ഒരു ആവറേജ് മനുഷ്യന് ഏതാണ്ട് 1-2 മിനിറ്റൊക്കെ വെള്ളത്തിനടി ശ്വാസം പിടിച്ച് നിൽക്കാനായിട്ട് പറ്റും. പക്ഷേ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ബജാവ് മനുഷ്യർ ദിവസവും 60 മീറ്ററിന് മേലെ ആഴത്തിൽ കടലിലേക്ക് മീൻ പിടിക്കാനായിട്ട് ഡൈവ് ചെയ്യാറുണ്ട്. അവർക്ക് ഏകദേശം 10 മിനിറ്റോളം ശ്വാസം പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതുവരെ വർഷങ്ങളുടെ പരിശ്രമം കൊണ്ടോ കഠിനാധ്വാനം കൊണ്ടോ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു കഴിവൊന്നുമല്ല. അത് അവരുടെ പോപ്പുലേഷനിലെ ഒരു ജനറ്റിക് ചേഞ്ചിന് നന്ദി പറയേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, മനുഷ്യ പരിണാമത്തിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ബജാവ് പീപ്പിൾ. ആദ്യം നമ്മൾ പറഞ്ഞ ഈ ബജാവ് മനുഷ്യർ ഒരു ദിവസം 5 മണിക്കൂറിൽ കൂടുതൽ വെള്ളത്തിനടിയിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഒന്നിച്ചല്ല എങ്കിൽ പോലും എന്ന് പറയുമ്പോൾ ഒരു സീ ഓട്ടറിനൊക്കെ കൂടുതൽ സമയമായത്. ഇവരുടെ ഈ ഒരു സൂപ്പർ ഹ്യൂമൻ ബ്രത്ത് ഹോൾഡിങ്ങിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഒരു ആക്ച്വൽ ഫിസിയോളജിക്കൽ ചേഞ്ചാണ്. അവരുടെ സ്പ്ലീൻസ് എൻ്റെയും നിങ്ങൾക്കുള്ളതിനേക്കാളും ഒക്കെ 50% ലാർജറാണ്, വലുതാണ്. ഈ സ്പ്ലീൻസ് എന്ന് പറയുന്നത് ഭയങ്കര അണ്ടർ അപ്രിഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. നമ്മളങ്ങനെ അധികം സംസാരിക്കാത്തൊരു ഓർഗനാണ് ഈ പറയുന്ന സ്പ്ലീൻസ് എന്ന് പറയുന്നത്. ഓക്സിജൻ ക്യാരി ചെയ്യുന്ന റെഡ് ബ്ലഡ് സെൽസിനെ സ്റ്റോർ ചെയ്ത് ഒരു ഓക്സിജൻ റിസർവോയർ പോലെയാണ് സ്പ്ലീൻസ് പ്രവർത്തിക്കുന്നത്. അതായത് അവയുടെ വലുപ്പം കൂടുന്തോറും ഓരോ ശ്വാസത്തിനുമിടയിൽ ബ്ലഡ് സ്ട്രീമിലേക്ക് വരുന്ന ഓക്സിജൻ്റെ അളവും കൂടും. മറ്റ് ജലസസ്തനികൾ, വെള്ളത്തിൽ താമസിക്കുന്ന മാമൽസ് ആയിട്ടുള്ള ജീവികൾ, ഇപ്പോൾ തന്നെ വെയിൽസ്, തിമിംഗലങ്ങൾ അല്ലെങ്കിൽ സീൽസ്, ഇവയൊക്കെ തന്നെ വലിയ സ്പ്ലീൻസ് ഉള്ള ജീവികളാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നാളെ തൊട്ട് നമ്മൾ വെള്ളത്തിൽ ഒരു 50 വർഷത്തേക്ക് ഇങ്ങനെ ഡൈവ് ചെയ്തു, ശ്വാസം പിടിച്ചു വെക്കാനായിട്ട് എന്നും പ്രാക്ടീസ് ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മുടെ സ്പ്ലീൻസ് വലുതാവില്ല. അങ്ങനെയല്ല എവല്യൂഷൻ വർക്ക് ചെയ്യുന്നത്. ബജാവ് ഡൈവേഴ്സ് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് വെള്ളത്താൽ ചുറ്റപ്പെട്ട പരിതസ്ഥിതിയിൽ താമസിച്ചു വരുന്നവരാണ്. ഇടയ്ക്ക് എവിടെയോ ചില ആളുകൾക്ക് വലിയ സ്പ്ലീൻസ് കൊടുത്ത ഒരു ജനറ്റിക് ചേഞ്ച് സംഭവിച്ചു. അവർക്ക് കൂടുതൽ ഭക്ഷണം കിട്ടി, കൂടുതൽ സർവൈവ് ചെയ്തു. അങ്ങനെ പല ജനറേഷൻസ് കഴിഞ്ഞപ്പോൾ ആ അഡാപ്റ്റേഷൻ കൂടുതൽ കോമൺ ആയി. ഇതാണ് നാച്ചുറൽ സെലക്ഷൻ. അതായത് ഒരു ജീൻ ക്യാരി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ എൻവയോൺമെൻറ്റിലെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ പറ്റുകയും ആ ജീൻ ഓവർ ടൈം അവരുടെ പോപ്പുലേഷനിൽ കൂടുതലായി കണ്ടുവരികയും ചെയ്യുന്നു. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ എവല്യൂഷൻ എന്ന് പറയുന്ന വീഡിയോയിൽ എവല്യൂഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്ന വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നാച്ചുറൽ സെലക്ഷൻ പറഞ്ഞതാണ്. സോ ഇതിൽ ഞാൻ സമയം കളയുന്നില്ല.